പ്രവാസി ഇന്ത്യക്കാർക്ക് ഒരു ഗോൾഡൻ ചാൻസ് തുറന്നിരിക്കുകയാണ്. ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടായ റെക്കോർഡ് തകർച്ചയെ തുടർന്ന് UAE ദിറത്തിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പണമൊഴുക്ക് മുൻപില്ലാത്ത അത്രയും വിധം കുതിച്ചുയർന്നിരിക്കുകയാണ്. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഡോളറിനെതിരെ 90 എന്ന നിർണായകമായ നിലവാരത്തിലേക്ക് ഇടിയുകയും UAE ദിർഹത്തിനെതിരെ 24 എന്ന നില കടക്കുകയും ചെയ്തതോടെ വിദേശ നാണയ വിപണിയിൽ ആശങ്കയും വർദ്ധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇന്ത്യൻ രൂപ അതിന്റെ ഏറ്റവും നിർണായകമായ സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. US ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 90 എന്ന വലിയ തടസ്സവും കടന്ന് ഇടിഞ്ഞപ്പോൾ UAE ദിർഹത്തിനെതിരെ 24 എന്ന നിലയിലും മറികടന്നു. ഇത് UAEയിലെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ദിർഹത്തിന് നാട്ടിൽ മുമ്പത്തേക്കാൾ കൂടുതൽ ഇന്ത്യൻ രൂപ ലഭിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. വിപണി വിദഗ്ധരുടെ കണക്കുകൾ പ്രകാരം UAEയിലെ പ്രവാസികൾ സാധാരണയായി അയക്കുന്നതിന്റെ 2-3 ഇരട്ടി പണമാണ് ഇപ്പോൾ നാട്ടിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ പ്രവാസികൾക്ക് ലഭിക്കുന്ന ദിർഹത്തിന് നാട്ടിൽ അധിക മൂല്യം ലഭിക്കുന്നു. അതായത് കുറഞ്ഞ ദിർഹം ചെലവഴിച്ചാൽ കൂടുതൽ ഇന്ത്യൻ രൂപ വീട്ടിലെത്തും. ഈ അവസരം പ്രയോജനപ്പെടുത്തി ഫിനാൻഷ്യൽ പ്ലാനിംഗ് നടത്തുന്നവരാണ് UAEയിലെ പ്രവാസികൾ. രൂപയുടെ മൂല്യം ഇനിയും ഇടിയുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നതിനാൽ കയ്യിലുള്ള ദിർഹം പരമാവധി ഉപയോഗിച്ച് നാട്ടിലെ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാൻ പ്രവാസികൾ മത്സരിക്കുകയാണ്. വൈദ്യുതി, വെള്ളം, ഫോൺ ബില്ലുകൾ, ഇൻഷുറൻസ് പ്രീമിയങ്ങൾ തുടങ്ങിയ ബേസിക് എക്സ്പെൻസസ് മുൻകൂട്ടി അടച്ചു തീർക്കുന്നു. അതുപോലെ അടുത്ത വർഷത്തെ സ്കൂൾ ഫീസും കുട്ടികളുടെ മറ്റ് വിദ്യാഭ്യാസ ചെലവുകളും അഡ്വാൻസ് പേയ്മെന്റായി അടയ്ക്കുന്നത് ഈ സമയത്തെ പ്രധാന പ്രവണതയാണ്. നാട്ടിലെ ഹോം ലോൺ, കാർ ലോൺ തുടങ്ങിയവയുടെ EMIകൾ ഒന്നിലധികം മാസങ്ങളിലേക്കുള്ളത് അടച്ചു തീർക്കുന്നതിലൂടെ ഉയർന്ന വിനിമയ നിരക്കിന്റെ ബെനിഫിറ്റ് പ്രവാസികൾ നേടുന്നു. കൂടാതെ നാട്ടിൽ വീട് നിർമ്മാണം പുരോഗമിക്കുന്നവർ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ആവശ്യമായ പണം ഈ അനുകൂല സാഹചര്യത്തിൽ അയക്കുന്നു. ഇത് റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് താൽക്കാലികമായ ഒരു ഉണർവ് നൽകാനും സാധ്യതയുണ്ട്. രൂപ ഇനിയും ഇടിയാൻ സാധ്യതയുണ്ടെന്ന നിഗമനത്തിൽ സ്ഥിര നിക്ഷേപം നടത്താനും ഭാവിയിലെ ആവശ്യങ്ങൾക്കായി ഒരു ഫിനാൻഷ്യൽ കുഷൻ ഉണ്ടാക്കാനും ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ചില പ്രവാസികൾ തങ്ങളുടെ സേവിങ്സ് മുഴുവൻ രൂപയിലേക്ക് മാറ്റി നാട്ടിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് വിപണി വിദഗ്ധർ പറയുന്നത്. ഇന്ത്യൻ രൂപയുടെ ഈ തകർച്ചയ്ക്ക് പിന്നിൽ പ്രധാനമായും ആഗോള സാമ്പത്തിക ഘടകങ്ങളാണ്. ഒന്നാമതായി ഡോളറിന്റെ ആധിപത്യം. US ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ ഉയർത്തുന്നതിലൂടെ US ഡോളർ കൂടുതൽ ശക്തിപ്പെടുന്നു. ദിർഹം ഡോളറുമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന കറൻസി ആയതിനാൽ ഡോളറിന്റെ ശക്തി ദിർഹത്തിനും ലഭിക്കുന്നു. ഇത് രൂപയ്ക്ക് ഒരു എക്സ്ട്രാ പ്രഷറാണ് നൽകുന്നത്. അടുത്തത് ട്രേഡ് ഡെഫിസിറ്റ്, വ്യാപാര കമ്മി. ഇന്ത്യയുടെ ഇറക്കുമതി ചെലവുകൾ, പ്രത്യേകിച്ച് ക്രൂഡ് ഓയിലിൻ്റെത് കയറ്റുമതി വരുമാനത്തെക്കാൾ കൂടുതലാണ്. ഇറക്കുമതിക്കായി കൂടുതൽ ഡോളർ വിപണിയിൽ നിന്ന് വാങ്ങേണ്ടി വരുമ്പോൾ രൂപയുടെ ഡിമാൻഡ് കുറയുന്നു. അതുപോലെ വിദേശ നിക്ഷേപമാണ്. ആഗോള സാമ്പത്തിക അസ്ഥിരത നിലനിൽക്കുന്നതിനാൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ഓഹരി, ബോണ്ട് മാർക്കറ്റുകളിൽ നിന്ന് അവരുടെ നിക്ഷേപം പിൻവലിക്കുന്നത് രൂപയുടെ മൂല്യം ഇടിയാൻ കാരണമാകുന്നു. രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ ഗൾഫിൽ നിന്ന് പണമൊഴുക്ക് കൂടുന്നത് ഒരു പതിവ് കാഴ്ചയാണ്. കഴിഞ്ഞ വർഷങ്ങളിലും സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത്തവണ രൂപയുടെ തളർച്ചയുടെ അളവാണ് എല്ലാവരെയും അമ്പരപ്പിച്ചത്. ഒരു കാലത്ത് ഇന്ത്യയുടെ മൊത്തം റെമിറ്റൻസിന്റെ ഏറ്റവും വലിയ ഉറവിടം ഗൾഫ് രാജ്യങ്ങളായിരുന്നു. എന്നാൽ പുതിയ കണക്കുകൾ പ്രകാരം ഉന്നത വിദ്യാഭ്യാസവും മികച്ച ജോലിയും തേടി പ്രവാസികൾ പോകുന്ന US, UK തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പണത്തിന്റെ പങ്ക് കൂടി വരുന്നുണ്ട് ഇപ്പോൾ. എങ്കിലും ഇപ്പോഴും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പണം തന്നെയാണ് ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരത്തിന് ഒരു അടിത്തറ നൽകുന്നത്. ഈ റെമിറ്റൻസ് സർജ് ഇന്ത്യയുടെ വ്യാപാര കമ്മി നികത്തുന്നതിലും രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരത നിലനിർത്തുന്നതിലും സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഈ മാർക്കറ്റ് സാഹചര്യം പ്രവാസികൾ പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. എന്നാൽ രൂപയുടെ മൂല്യം വീണ്ടും ഉയരാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് തങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്ക് അനുസരിച്ച് സമയബന്ധിതമായി പണം അയക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഫോറക്സ് എക്സ്പേർട്സ് പറയുന്നത് ഈ ഹൈ എക്സ്ചേഞ്ച് റേറ്റ് പ്രയോജനപ്പെടുത്തുന്നതിലൂടെ പ്രവാസികൾക്ക് തങ്ങളുടെ ലോങ് ടേം ഫിനാൻഷ്യൽ ഗോൾസ് എളുപ്പത്തിൽ കൈവരിക്കാൻ സാധിക്കുമെന്നാണ്. ചുരുക്കത്തിൽ രൂപയുടെ തകർച്ച ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ആശങ്കപ്പെടുത്തുമ്പോഴും പ്രവാസ ലോകത്തിന് ഇതൊരു താൽക്കാലിക റിലീഫ് നൽകുന്ന ബ്ലെസ്സിംഗ് ഇൻ ഡിസ്ഗൈസ് ആയി മാറിയിരിക്കുകയാണ്. അതുപോലെ സാമ്പത്തിക വിദഗ്ധർ ഉപദേശിക്കുന്നത് അടുത്ത 2 വർഷത്തേക്കെങ്കിലും നാട്ടിൽ വരാൻ സാധ്യതയില്ലാത്തവർക്ക് അവരുടെ സേവിങ്സ് ഭാഗികമായി ഇപ്പോൾ അയക്കുന്നത് ഒരു സ്മാർട്ട് മൂവ് ആയിരിക്കുമെന്നാണ്. എങ്കിലും ഒറ്റയടിക്ക് വലിയ തുക അയക്കാതെ പണം പല തവണയായി അയക്കുന്നത്, അതായത് ഡോളർ കോസ്റ്റ് ആവറേജിങ്ങിന് സമാനമായി അയക്കുന്നത് കൂടുതൽ സേഫ് ആൻഡ് സെക്യൂർ ആയിരിക്കും.